ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പറയുക നബി, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കില്ല. റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും ജനനം മുതൽ മരണം വരെ നമ്മെ ബാധിച്ചിട്ടുള്ള വിരഹം, വേദന, ദുഃഖം, പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, ആകുലതകൾ എല്ലാം അല്ലാഹു തആല കണക്കാക്കിയത്. അത് മാത്രമേ ബാധിക്കുള്ളൂ, അതല്ലാത്തത് ബാധിക്കൂലെന്ന്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുമായി ബന്ധപ്പെട്ട ഉറ്റവരും ഉടയവരുമായ സ്നേഹിതന്മാരും പ്രിയപ്പെട്ടവരുമായ ആളുകളുടെയൊക്കെ വിയോഗം ഒരു മനുഷ്യർ എന്ന നിലക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ വിരഹവേദനയും ദുഃഖവും ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ ഏതേത് നിലക്കുള്ള ബുദ്ധിമുട്ടുകളും വിഷമതകളും വരുമ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഹറാനി അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ രണ്ട് തരത്തിൽ റിളയെ സംബന്ധിച്ച് പറയുന്നതിൽ ഒന്ന് റിളൽ മുസീബ, മുസീബത്തിലുള്ള ക്ഷമ എന്നതാണ്. ഏതൊരു മുസീബത്ത് വരുമ്പോഴും അതിനകത്ത് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം, അതിൽ ക്ഷമിക്കാനും നമുക്ക് കഴിയണം. കാരണം അല്ലാഹു തആല നൽകിയത് അവന്റേതാണ്, തിരിച്ചെടുത്തതും അവന്റേതാണ്. എല്ലാറ്റിനും അല്ലാഹുവിങ്കൽ നിശ്ചിതമായ ഒരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതേത് പ്രശ്നങ്ങളിലും ക്ഷമിക്കുകയും അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യുക. പരിഭ്രമം, ദുഃഖം, വിലാപം, വിരഹം എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. കാരണം എന്താ വെച്ചാല് ഇതൊന്നും തന്നെ യാതൊരു ഉപകാരവും ചെയ്യില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഉള്ള വിപത്തുകളും പ്രയാസങ്ങളും വർദ്ധിപ്പിക്കുകയും നാളെ റബ്ബിങ്കൽ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും അള്ളാഹുവിങ്കൽ കുറ്റത്തിന് കാരണമാവുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നാം കേൾക്കുന്ന വാർത്തകളിൽ, നമ്മെ ബാധിക്കുന്ന മുസീബത്തുകളിൽ ക്ഷമിക്കാനും അള്ളാഹുവിന്റെ തൃപ്തിയാണ് പ്രധാനം എന്ന നിലക്ക് അവനിലേക്ക് വിടാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മെ ബാധിക്കുന്ന ദുഃഖം, വ്യസനം അതൊക്കെ ലഘൂകരിക്കാനും ഹൃദയവേദന നമുക്ക് ഉണ്ടാകുന്നതിൽ നിന്ന് അതിനകറ്റാനും ഒക്കെയുള്ള ചില കാര്യങ്ങൾ
പണ്ഡിതന്മാര് പറഞ്ഞത് ചിലത് മാത്രം ഞാൻ ഈ ഖുത്ബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന ഏത് പ്രശ്നത്തിലും നമ്മൾ ആദ്യമായി കരുതലെടുക്കേണ്ടത് നമ്മുടെ ഖലാ ഖദറിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ്. നമ്മളെ ബാധിച്ചിട്ടുള്ള നാം ഇഷ്ടപ്പെട്ടവരുടെ രോഗം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ മറ്റാപത്തുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും നമ്മിലും ഈ ലോകത്തും സംഭവിക്കൂല. നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്. ആ വിശ്വാസം അല്ലെങ്കിൽ അവന്റെ അമലുകൾ പോലും സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഖലാ ഖദറിൽ വിശ്വാസം അല്ലെങ്കിൽ അയാളുടെ മറ്റ് അമലുകൾ പോലും സ്വീകരിക്കപ്പെടില്ല. റഹ്മാനും റഹീമും ഗഫൂറും വദൂദും ഹാക്കിമുകളിൽ വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമമായ വിധികർത്താവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഏത് മുസീബത്തും നമ്മളെ ബാധിക്കുന്നത്. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞെന്തറിയോ? സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പറയുക നബി, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കൂല. റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും ജനനം മുതൽ മരണം വരെ നമ്മെ ബാധിച്ചിട്ടുള്ള വിരഹം, വേദന, ദുഃഖം, പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, ആകുലതകൾ എല്ലാം അള്ളാഹു തആല കണക്കാക്കിയത്. അത് മാത്രമേ ബാധിക്കുള്ളൂ, അതല്ലാത്തത് ബാധിക്കൂലെന്ന്. അള്ളാഹുവാണ് മൗല, ഞങ്ങളുടെ യജമാനൻ. അവന്റെ മേലാണ്, അള്ളാഹുവിന്റെ മേലാണ് വിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നത്, തവക്കുലാക്കുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഐ തഹ്ത നഹ്നു തഹ്ത മശീഅത്തില്ലാഹി വഖദരിഹി. നാം അള്ളാഹുവിന്റെ ഹിതത്തിനും വിധിക്കും കീഴിലാണ്. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കൂല, അതിനപ്പുറത്തേക്കൊന്നും ബാധിക്കൂല. നോക്കൂ നിങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ സൂറത്ത് തആവുനിന്റെ 11-ാമത്തെ ആയത്തിൽ വീണ്ടും അതേ ആശയം പറയാണ്. എന്താണത്? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. അള്ളാഹുവിന്റെ ഇതിന് അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം അവന്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നതാണെന്നാണ്. പ്രിയമുള്ളവരെ, ഈ ആയത്ത് നമ്മോട് പഠിപ്പിക്കുന്നതാണ്, ഒരാൾക്കും അയാളുടെ സമ്പത്തിലോ അയാളുടെ ശരീരത്തിലോ അയാളുടെ മക്കളിലോ ഒരു വിപത്തും ബാധിച്ചിട്ടില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എങ്ങനെയല്ലാതെ? ആ വിപത്ത് അല്ലാഹു തആല ആ സംഭവം ഉണ്ടാകണമെന്ന് വിധിച്ചിട്ടല്ലാതെ. എനിക്ക് തന്ന എന്റെ കുഞ്ഞിന് രോഗം ബാധിക്കണമെന്നത് എന്റെ റബ്ബ് തീരുമാനിച്ചതാണ്, അതേ നടക്കൂ. എന്റെ ആരോഗ്യത്തിന് ശോഷണമുണ്ടാകും, എനിക്ക് പ്രയാസം ഉണ്ടാകും എന്നതുള്ള എന്റെ റബ്ബ് കണക്കാക്കിയതാണ്, അതേ നടക്കൂ. ഈ ലോകത്ത് എന്റെ സാമ്പത്തികമായ ഔന്നത്യത്തിന്റെ ആ ഉയർച്ച അത് എത്രത്തോളം വളർന്നാലും ഒരു നാൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകണമെന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. ഇതൊക്കെ ഇന്നലെ ഉണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാക്കുണ്ട്, സുബ്ഹാനക അലീം, കതബല്ലാഹുൽ മഖാദീറ കതബല്ലാഹു മഖാദീറൽ ഖലായിഖി قبل أن يخلق السماوات والأرض ب50,000 سنة. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സൃഷ്ടികളുടെ ഖദർ, വിധി നിർണയിച്ചിരിക്കുന്നു. എന്തായി പറയണത്? എന്നെ ബാധിച്ചത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു കണക്കാക്കിയതാണ്. ഇനി എന്നെ ബാധിക്കാനിരിക്കുന്നതും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു വിധിച്ചതാണ്. ഉരുൾപൊട്ടലായാലും ഭൂമി കുലുക്കമായാലും ഭൂകമ്പമായാലും പേമാരികളായാലും വെള്ളപ്പൊക്കമായാലും അയ്യോ അഹോ കഷ്ടമെന്ന് ഒരുപക്ഷെ ഈമാൻ നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാകുന്നത് മുഴുവനും അല്ലാഹു തആല കണക്കാക്കിയതാണ്. അത് മാത്രമേ സംഭവിക്കൂ. സുബ്ഹാനക അലി. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ നിരാശയെ അകറ്റുന്ന,
അള്ളാഹുവിൽ തവക്കുൽ ഉണ്ടാക്കാൻ സഹായകമാകുന്ന നിരവധി വചനങ്ങൾക്കാണ്. നോക്കൂ നിങ്ങൾ, 57-ാം അധ്യായത്തിന്റെ 22-ാമത്തെ അതിലൊരു ഉദാഹരണമാണ്. എന്താ അള്ളാഹ് പറഞ്ഞതറിയോ? ഇപ്പോ നമുക്ക് എന്തൊരു ചെറിയതാകട്ടെ വലുതാകട്ടെ ബാധിക്കണുണ്ടെങ്കിൽ അത് അള്ളാഹ് പറയാണ്, അതൊക്കെ നേരത്തെ കണക്കാക്കിയതാണ്. എന്ത് ബാധിച്ചാലും എന്റെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റണം, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് വീഴണം, എന്നിട്ട് ബാൻഡേജ് ഇടണം എന്ന് തീരുമാനിച്ചത് റബ്ബാണ്. അതല്ല കണക്കാക്കിയതാണ്. എന്താ അല്ലാഹ് പറഞ്ഞതറിയോ? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ എന്ത് നാശം ഉണ്ടായാലും, ഭൂമിയിലോ ഇനി നിങ്ങൾക്ക് തന്നെയോ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന് തന്നെയോ ഒരാപത്തും ബാധിക്കുന്നില്ല. എങ്ങനെയല്ലാതെ ആ ആപത്തിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞതായിട്ടല്ലാതെ. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായി, പല രാജ്യങ്ങളിലും ഭൂകമ്പമുണ്ടായി. നമ്മുടെ പരിസരത്തൊരു ജില്ലയിൽ മനുഷ്യരെ മുഴുവനും പ്രയാസപ്പെടുന്ന, വേദനിപ്പിക്കുന്ന, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും അവരെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രകൃതി പരീക്ഷണങ്ങൾ ഉണ്ടായി. എല്ലാം അള്ളാഹു രേഖയിൽ എഴുതി വെച്ചതാണ്, രേഖപ്പെടുത്തി വെച്ചതാണ്. നിശ്ചയമായും അത് അള്ളാഹുവിന് എളുപ്പമുള്ളതാണ്. എന്താ? ഭൂമിയിലൊരു വരൾച്ച, ഭക്ഷ്യക്ഷാമം, അങ്ങനെ തുടങ്ങി എന്തൊക്കെ പ്രശ്നങ്ങൾ, സ്വന്തം ശരീരത്തിൽ രോഗമോ ആപത്തോ ബാധിക്കുകയുണ്ടായിട്ടില്ല. അത് മുഴുവനും അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ എണ്ണാണ് എത്ര ദിവസമായി എത്ര ആളുകളെ മരിച്ചത്. ആ മരിച്ച തീയതിയും മരിക്കാൻ നിശ്ചയിക്കപ്പെട്ടവരും നഷ്ടപ്പെട്ട വീടും പുരയിടങ്ങളും പാർപ്പിടങ്ങളും സൗകര്യങ്ങളും അസ്വസ്ഥതകളും മുഴുവനും അല്ലാഹു തആല കണക്കാക്കിയതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ എന്ത് കേൾക്കുമ്പോഴും ഒരു മുഅ്മിൻ പറയുന്ന വാക്കെന്താ? ആദ്യം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടാമത്തെ എന്താ? നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? അതൊന്നും ചെയ്യൂല. പകരം തലിക്കൈ, അല്ലാഹുവേ എന്തൊരു കഷ്ടം, എന്തൊരു പ്രയാസം, എന്തേത് ഇങ്ങനെ, എന്താ ഈ ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിക്കണം. ചില ആൾക്കാർ സൂറത്ത് തൗബയിലെ ആയത്ത് വരെ ദുർവ്യാഖ്യാനിച്ച് പറയാൻ നേരില്ലാത്തവരാണ്. മുനാഫിഖീങ്ങളെ കുറിച്ച് ഓതിയൊരായത്ത് അത് അവിടെയുള്ള സാധുക്കൾക്ക് ഫിറ്റാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരാഴ്ചക്കിടയിൽ. നഅൂദുബില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിന് സമാധാനം നൽകുന്ന, അസ്വസ്ഥതകൾ പരിഹരിക്കുന്ന, ഏത് മുസീബത്തിലും എഴുന്നേറ്റ് നിൽക്കാൻ സഹായകമാകുന്ന വിചാരങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന എന്തും അത് അല്ലാഹു കണക്കാക്കിയതാണ്, ഖദറാണ്. ആ ഖലാ ഖദറിൽ ഉറച്ച വിശ്വാസം എത്ര കണ്ട് നമുക്കുണ്ടാകുന്നുവോ അത്ര കണ്ട് പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങളല്ലാതാണ്. എത്ര കണ്ട് ഖലാ ഖദറിലെ വിശ്വാസം കുറഞ്ഞു പോണോ, മുള്ളു കുത്തുന്നത് പോലും ലോകത്തെ ഏറ്റവും വലിയ അസ്വസ്ഥതയായിട്ട് നമുക്ക് മാറും. നഅൂദുബില്ല. രണ്ടാമത്തെ ഒരു കാര്യം, മുഴുവൻ ജീവനുള്ളവയുടേതെല്ലാം മടക്കം, സഞ്ചാരം മരണത്തിലേക്കാണ്. ഈ ലോകത്ത് അല്ലാഹു പടച്ച സർവ്വ സൃഷ്ടികൾക്കൊരു നാശമുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട് നാശം. അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരാളും, മനുഷ്യരെ മാത്രം എടുത്താൽ തന്നെ ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ്. സൂറത്ത് അങ്കബൂത്തിന്റെ 57-ാമത്തെ ആയത്ത്. അതുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി ഹിജ്റ പോകാൻ തടസ്സം വരേണ്ടതില്ല എന്ന നിലക്കാണ് എന്റെ മാനത. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാന്റെ 26-27 ആയത്തിൽ എന്താ? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അവിടെ ഭൂമുഖത്തുള്ള എല്ലാവരും നശിച്ചു പോകുന്നവരാകുന്ന, എല്ലാവരും നശിച്ചു പോകും. സ്വാഭാവിക മരണമുണ്ടാകാം, അപകട മരണങ്ങൾ ഉണ്ടാകാം, ആപത്തുകൾ ഉണ്ടാകാം. ഈ ലോകത്തിന് അല്ലാഹു നിശ്ചയിച്ചൊരു സർവനാശമുണ്ട്. റാജിഫത്തും തത്ബഉഹാ അർറാദിഫ. ഒന്നാമത്തെ കുലുക്കവും സൂറെന്ന കാഹളത്തിൽ മലക്ക് ഇസ്രാഫീലിന്റെ ഊത്തിന് ശേഷം ഈ ലോകത്തിന്റെ ഒന്നാമത്തെ നാശവും ശേഷം തത്ബഉഹാ അർറാദിഫ, രണ്ടാമത്തെ ഊത്തിന് ശേഷം ആളുകളെ മുഴുവനും മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു സംഭവവും അല്ലാഹ് അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. എത്രത്തോളം നേരങ്ങൾ
ഈ വസ്തുത കവികൾ പോലും, ഇസ്ലാമിക ലോകത്ത് പല കവികൾ പോലും അംഗീകരിച്ച സംഗതിയാണ്. അറിയപ്പെട്ട ഒരു കവി പറഞ്ഞൊരു വാക്കെന്നറിയോ? വമന്നാസു ഇല്ലാ ഹാലികുൻ വബ്നു ഹാലികിൻ വദൂ നസബിൻ ഫിൽ ഹാലികൈന അരീഖീന. നശിക്കുന്നവനും നശിക്കുന്നവന്റെ മകനുമായിട്ടല്ലാതെ ഒരു മനുഷ്യരുമില്ല. പാരമ്പര്യമുള്ളവരും പിതൃപരമ്പരയുള്ളവരും നശിക്കുന്നവരിൽപ്പെട്ടവരാകുന്നു. ലോകത്തെല്ലാരും നശിക്കുന്ന അല്ലാഹു പറഞ്ഞെന്നാണ്. മരണമില്ലാത്തൊരു ജീവി ലോകത്തുണ്ടാവില്ല, എല്ലാറ്റിനും നാശമുണ്ട്. ഇതും മനുഷ്യന് സമാധാനം ഉണ്ടാക്കുന്ന ഒരു വാക്ക്. കാരണം എന്തറിയോ? എനിക്കുണ്ടൊരു മരണം. അപ്പൊ എന്റെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ അസ്വസ്ഥത ആ മരണം വരുന്നതിന് മുമ്പ് ഞാൻ ഒരുങ്ങുക എന്നത്. അതായിരിക്കണം അസ്വസ്ഥത, അതല്ല മരിക്കോ എന്നുള്ളതല്ല അസ്വസ്ഥത. പലപ്പോഴും ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്, മരിച്ച വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയും, പാവങ്ങൾ മരിച്ചുപോയി, ഒരു കുടുംബത്തിലെ 14 നഷ്ടപ്പെടുകയും ഒരു കുഞ്ഞു മോൻ മാത്രം ബാക്കിയാവുകയും ചെയ്തു. ആ കുഞ്ഞു മോന്റെ ഒരു അവസ്ഥയെന്ന് ഈ ആളുകൾ പറയാണ്. 14 മരിച്ചുപോയ 14 ആളുടെ ബർസഖിലെ അവസ്ഥയെക്കുറിച്ച് ഇയാൾ ആലോചിക്കൽ തന്നെയല്ല. അവരുടെ ഉഖറവിയായ അവസ്ഥയെക്കുറിച്ച് ഇയാൾ ആലോചിക്കാറില്ല. നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ കുറെ ചീഞ്ഞ വർത്താനങ്ങള്. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് ആകുലതകൾ, അസ്വസ്ഥതകൾ. അല്ല പ്രിയമുള്ളവരെ, മരിച്ചവന്റെ ഖബറ്, അവന്റെ ഹിസാബ്, മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കൽ, അവിടുന്ന് അവന് ഉത്തരം പറയാൻ പറ്റുണ്ടോ? ഈ കുടുംബത്തെ മുഴുവനും പോറ്റിയവൻ അത്താണിയാണ്, അവനാണ് നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവേ, അവന് ഖബറിൽ മലക്കുകൾക്ക് സുആലിന് ജവാബ് പറയാൻ കഴിയുമോ ഇല്ലയോ എന്നാലോചിച്ചിട്ടല്ലേ ശരിക്കും അസ്വസ്ഥത വേണ്ടത്? ജീവിച്ചിരിക്കുന്നത് വിധവയാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ വേറെ ആളുണ്ടാവും. ജീവിച്ചിരിക്കുന്നവൻ ആണാണെങ്കിൽ അവന് വിവാഹം കഴിക്കാൻ വേറെ പെണ്ണുണ്ടാകും. അനാഥ മക്കളാണെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ അനാഥാലയങ്ങൾ ഉണ്ടാകും. എന്നാൽ ഖബറിൽ കിടക്കുന്നവൻ ആരുണ്ട്? അവന്റെ അമല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ അസ്വസ്ഥപ്പെടുത്തേണ്ടത്. ആളുകൾ ചിന്തിക്കണൊക്കെ ഉപരിപ്ലവമായിട്ടാണ്. അതുകൊണ്ട് നമ്മള് ശരിയായ പ്ലാറ്റ്ഫോമിൽ കടന്ന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ജീവിക്കണ ദുനിയാവിലാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള വഴിയും മാർഗവുമാണ്. ദുനിയാവ് ഉണ്ടെങ്കിലേ ദുനിയാവ് നേടാൻ പറ്റുള്ളൂ, ദുനിയാവ് ഉണ്ടെങ്കിലേ ആഖിറം നേടാൻ പറ്റുള്ളൂ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. മുഴുവൻ ആളുകളും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആഖിറത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർ പരലോകത്തെത്തും. അതിനുശേഷം മുസ്ലിമീങ്ങൾ സ്വർഗത്തിലും വിശ്വാസികൾ സ്വർഗത്തിലും, അത് വേണ്ടെന്ന് വെച്ചവർ നരകത്തിലേക്കും കടന്നുപോകും. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സ്വർഗം വേണ്ടെന്ന് വിചാരിച്ചവർ, അവർക്ക് പോകാനുള്ളത് നരകത്തിലേക്കാണ്. വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? കത്തിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ അനുഭൂതിയാണ്. അത് വേണ്ടെന്ന് വെച്ചവൻ വേസ്റ്റാണ്, അവൻ കത്താനുള്ള നരകത്തിലാണ്. അത് കത്താനുള്ളതാണ്, അത് കത്തിക്കും. നോക്കൂ നിങ്ങള്, സ്വർഗക്കാരനെ കുറിച്ച് പറയാണ് അല്ലാഹു തആല നമ്മളതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന ആരാണ് സ്വന്തക്കാർ? സ്വർഗക്കാരന്റെ സ്വന്തക്കാരൻ സ്വർഗക്കാരനാണ്. നോക്കി, എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്ന ഒരു ലോകത്ത് ഓന്റെ ബന്ധാരായിരിക്കുന്നവരും സ്വർഗത്തിലുള്ളവരാണ്. മഹാനായ ഒരു കവി പറഞ്ഞൊരു വാക്കുണ്ട്, വഹവ്വിൻ മാ അൽഖാ മിനൽ വജദി അന്നനി അസാകിനുഹു ഫീ ദാരിഹിൽ യൗമ ഔ ഗദാ. ഇന്നോ നാളെയോ ശാശ്വത ജീവിതത്തിൽ കണ്ടുമുട്ടുവെന്ന വിചാരം, ഒന്നില്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ പരലോകത്ത് കണ്ടുമുട്ടേണ്ടി വരും. ദുനിയാവത്തെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ്. ഇന്ന് കണ്ട അസ്സലാമു അലൈക്കും, നാളെ അവിടുന്ന് കാണട്ടോ. ളുഹറിന് കണ്ട അസ്സലാമു അലൈക്കും, നമുക്ക് അവിടുന്ന് കാണട്ടോ. അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാകണ്ടേ ശരിക്ക്? നോക്കി നിങ്ങള്, ഇന്നോ നാളെയോ ശാശ്വത ജീവിതത്തിൽ കണ്ടുമുട്ടുവെന്ന വിചാരം ദുഃഖത്തെയും വ്യസനത്തെയും ലഘൂകരിക്കുന്നു. നമ്മുടെ പോയിന്റ് അതാണ്. പരലോകമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. എല്ലാ അസ്വസ്ഥതകളും പരിഹരിക്കപ്പെടുന്ന, എല്ലാ ആകുലതകളും ഇല്ലാതാകുന്ന, സുഖവും സ്വസ്ഥതയും സംതൃപ്തിയും സമാധാനവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം. അതാണ്, ആ ലോകമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അങ്ങനെ ലക്ഷ്യം വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നൈമിഷികമായ ലോകത്തതൊന്നും അവനെ ബാധിക്കാൻ പാടില്ല. അള്ളാഹു സഹായിക്കുമാറാട്ടെ. നാലാമത്തെ ഒരു കാര്യം, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണത്തിന്റെയും വിപത്തുകളുടെയും ലോകമാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി ആശ്വാസം അവിടെ തന്നെ വന്നു. പിന്നെ അതിനനുസരിച്ച് പണിയെടുത്താൽ മതി. ബാക്കി
ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ. കുടുംബജീവിതം, അതിലും പരീക്ഷണ പ്രശ്നം ഉണ്ടാവും. വ്യക്തി ജീവിതം അതിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും, ഇല്ലാത്തൊരാരും ഉണ്ടാവില്ല. ഈ പള്ളിയിൽ വന്നിരിക്കുന്ന നമ്മളെല്ലാം എല്ലാവർക്കും എന്തെങ്കിലും ഒരു അസ്വസ്ഥതയും പ്രയാസവും വിഷമവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അത് ഈ ദുനിയാവിൽ അങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ട് അസ്വസ്ഥതയും പ്രയാസവും ഇല്ലാത്തൊരു ലോകം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആഖിറം. അതുകൊണ്ട് ദുനിയാവ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖവും വ്യസനവും നിറഞ്ഞതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം നമുക്കൊരു പ്രശ്നമല്ലാതായി തോന്നും. അതേ പ്രിയമുള്ളൊരു വേറെ മാർഗമല്ല, അത് ഉൾക്കൊള്ള, ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ള വേറൊരു മാർഗമല്ല. ഇവിടെ എത്ര സ്നേഹിച്ചാലും ഒരു നാൾ പിണങ്ങും, എത്ര ദ്രോഹിച്ചാലും ഒരു നാൾ ഐക്യപ്പെടും. അതാണ് ദുനിയാവ്. അങ്ങനെയാണ്. എത്ര വാരിക്കോരി കൊടുത്താലും അവസാനം അസംതൃപ്തിയുടെ വാക്കുകൾ പറയും, എത്ര നോക്കിയാലും പിറുപിറുക്കും. ദുനിയാവ് അങ്ങനെയാണ്. നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് തോന്നും, പക്ഷെ അവസാനം തോന്നുക ആരുമില്ല എന്നാ മനസ്സിലാവുക. ദുനിയാവ് അങ്ങനെയാണ്. ഈ ദുനിയാവിനെ അങ്ങനെ സംവിധാനിച്ചത്. റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കെന്നറിയോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ കണ്ടത് അങ്ങനത്തെ ഒരു സംഭവം. ഈ 5ഉം ബാധിച്ചൊരു വിഭാഗത്തെ നമ്മൾ കാണാത്തത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഒരിക്കലും അങ്ങനെ വരരുതേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എന്താണ് അവർക്ക് പുനരധിവാസത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. അത് ആഖിറം ലക്ഷ്യം വെച്ചിട്ട് മാത്രം, ഒരിക്കലും സംഘടനകൾക്കും സംഘങ്ങൾക്കും മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാന്റെ ഉഖ്റവിയായ ലോകത്ത് രക്ഷപ്പെടണമെന്ന നിയ്യത്തോടു കൂടി മാത്രം. 5 കാര്യങ്ങളെ കൊണ്ടുള്ള പരീക്ഷിക്കുന്നു. ചിലപ്പോൾ 5 കൊണ്ട് പരീക്ഷിക്കും, ചിലപ്പോൾ 5-ൽ 1 ഉണ്ടാകാം. ഭയം നൽകും, പട്ടിണി നൽകും, ധനം നഷ്ടപ്പെടും. ഒരു സഹോദരന്റെ 90 പവനോ മറ്റോണ് സ്വർണം വീടോടൊപ്പം ഒലിച്ചു പോയത്. ആ വീടിനകത്ത് വേറെയും അയാൾ വിറ്റ പൈസ ഉണ്ടായിരുന്നു, 10-50 ലക്ഷം. പണവും പോയി, പണ്ടം പോയി, വീടും പോയി. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി. നോക്കി, നിങ്ങൾ എല്ലാ നിലക്കും പരീക്ഷിക്കപ്പെടാൻ. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് നബി സന്തോഷ വാർത്ത അറിയിക്കാനാ. കാരണം എന്താ അറിയോ? അള്ളാഹ് പറഞ്ഞത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം, പ്രയാസം സഹിക്കേണ്ട നിലയിലാകുന്നു എന്നാണ് സൂറത്ത് ബലദിലെ 4-ാമത്തെ ആയത്ത്. അപ്പൊ ശരിക്കും ദുനിയാവിൽ ഇത് ഉണ്ടാകുന്ന ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹ് അത് ഒന്ന് ക്ലിയറായി. 2, വരുന്നതിനെ നല്ല ആത്മധൈര്യത്തോടു കൂടി നേരിടാനാകാതെ അല്ലാഹു നമുക്കതിനുള്ള താഖത്തും ഖുവ്വത്തൊക്കെ പ്രദാനം ചെയ്യുമാറാട്ടെ. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ അവിടെ അല്ലേ, അവിടെ കുന്നുള്ളോണ്ടല്ലേ? എവിടെ കൂട്ടരെ ഭൂമിയിലും മനുഷ്യര് സുരക്ഷിതത്തുള്ളത്? ഒന്നുമില്ലാത്ത പരന്ന ഭൂമിയിലും ആളുകൾ ആഴ്ത്തപ്പെടുന്നുണ്ട്. വീടിന്റെ മുറ്റത്തെ കിണറാണ് താഴത്തേക്ക് താന്നുപോയത്. അടുക്കളയുടെ പകുതിയോളം ഇങ്ങനെ കിണർ ഇങ്ങനെ പോയിട്ട് ബങ്കാണ്. ഏത് നിമിഷം അതിലേക്കകത്തേക്ക് പോണ അവസ്ഥയൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ആലോചിക്കുക, എവിടെ നമ്മൾ സുരക്ഷിതര്? സുരക്ഷിതത്വത്തിന് വേണ്ടിയ വീടുണ്ടാക്കിയത്, വീട് തലമണ്ടക്ക് വീണാലോ എന്ത് സുരക്ഷിതമുള്ളത്? ആലോചിങ്ങൾ. പുറത്തുനിന്നുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും പരിഹരിച്ചിട്ട് നമ്മൾ കാറിന്റെ അകത്ത് യാത്ര ചെയ്യും. കാറിനെ കൊണ്ടുപോയി മറിഞ്ഞ എന്ത് സുരക്ഷിതമുള്ളത്? സുരക്ഷിതത്വത്തിന്റെ മാനദണ്ഡങ്ങൾ, മാർഗരേഖകൾ എന്നൊക്കെ പറഞ്ഞ് തരുന്നൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോ ശരിക്കും ആലോചിച്ച ചിരി വരും. കാരണം നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊന്നും അടിസ്ഥാനപരമായ സുരക്ഷിതത്വമല്ല. അമ്ന് മേലെന്ന് കിട്ടണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ചോദിക്കുന്ന വേണം. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. നിങ്ങൾ മാപ്പും സൗഖ്യവും ഒക്കെ അള്ളാഹിന്റെ അടുത്ത് കിട്ടുന്ന അവിടെ നിന്നാണ്. അതാണ് അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം. സമാധാനം അവിടെ നിന്നാണ്, സ്വസ്ഥത അവിടെ നിന്നാണ്, നിർവൃത്തി അവിടെ നിന്നാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 5-ാമത്തെ ഒരു കാര്യം കൂടി പറയാണ്. ദുഃഖം ദുനിയാവിൽ മനുഷ്യർക്ക് ഉണ്ടാവും. പല നിലക്ക് ദുഃഖം ഉണ്ടാവും. സാമ്പത്തിക പ്രതിസന്ധി ദുഃഖം ഉണ്ടാവും, മക്കൾക്ക് അസുഖം ദുഃഖം ഉണ്ടാകും, നമുക്ക് തന്നെ ബാധിക്കണ ദുഃഖങ്ങൾ. ഒരു കാരണമില്ലാതെ ദുഃഖം വരുന്ന. അപ്പൊ നിങ്ങള് അള്ളാഹിനോട്
ഇസ്തിആനത്തിന് ചോദിക്കണം, ഇസ്തിആനത്ത് നടത്തണം. ശൈത്താനിൽ നിന്നുള്ള ഷർറാണ്. വെറുതെ ഉണ്ടാവാം വിഷാദം, സ്ട്രെസ്, ആങ്സൈറ്റി, പല പേരിലും വരാം, പല കാരണത്താലും വരാം, പലതുകൊണ്ടും വരാം ദുഃഖം. ഈ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ദുഃഖം കൊണ്ട് യാതൊരു ഉപകാരവും ദുഃഖിക്കുന്നവനും ദുനിയാവിലും ആഖിറത്തിലും വരാം. അതാണ് ദുഃഖത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും ഒരു 5 ദിവസമൊക്കെ ഉപകാരം വേണ്ടേ? എന്നാൽ ആകെ ഉപകാരമുള്ളൊരു ദുഃഖം ഉണ്ടായപ്പോഴാ അത് ബന്ധു മരിച്ചാൽ 3 ദിവസമുള്ള ദുഃഖാചരണം, അല്ലെ? ഭർത്താവാണെങ്കിൽ ഭാര്യക്ക് 4 മാസം 10 ദിവസം, അത് മാത്രമേ അനുവദിക്കപ്പെട്ടൊരു ദുഃഖാചരണമുള്ളൂ. ശരിക്കും മനസ്സിലായി, നിങ്ങൾക്ക് അറിയണ കാര്യം പറഞ്ഞത്. സുബ്ഹാനക യാ അലീം. ഈ ദുഃഖം ഉണ്ടായുള്ള പ്രശ്നം തരങ്ങള് അത് വിപത്തുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും അള്ളാഹിന്റെ അടുത്ത് ശിക്ഷക്ക് വിധേയമാകാൻ കാരണമാകും. മഹാനായ സഹാബി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അവിടുന്നുള്ള ഒരു അഥർ കാണാം. അദ്ദേഹം പറയാണ്, ഖാല അലി ഇബ്നു അബി താലിബ് ഇസ്ബിർ, നീ ക്ഷമിക്കുക. എങ്ങനെ? ഫഇന്നക ഇൻ സബർത ജറത് അലൈകൽ മഖാദീറു വഅൻത മഅജൂറുൻ വഇൻ ജസിഅത ജറത് അലൈകൽ മഖാദീറു വഅൻത മഅസൂറുൻ. നിനക്ക് ബാധിച്ചിട്ടുള്ള ഖദറിൽ, അള്ളാന്റെ വിധിയിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നീ റബ്ബിങ്കൽ പ്രതിഫലത്തിന് അർഹനാണ്. ഇനിയോ നിനക്ക് ബാധിച്ച ഖദറിൽ നീ ക്ഷമകേട് കാണിക്കുകയാണെങ്കിൽ, അക്ഷമനാണെങ്കിൽ നീ നിന്റെ റബ്ബിങ്കൽ ശിക്ഷക്ക് അർഹനാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവർ, ഈ ചിന്ത നമ്മിൽ ശക്തമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ചിന്ത നമ്മിൽ ശക്തമാകണം. എന്റെ റബ്ബിങ്കൽ എന്നെ ബാധിച്ച മുസീബത്തുകൾ മൂലം എനിക്ക് സ്വർഗം വേണോ, അതല്ല ദുനിയാവുന്ന മുസീബത്ത്, നാളെ അത് കാരണമായിട്ട് ആഖിറത്തിൽ മുസീബത്ത്, അങ്ങനെയാണോ വേണ്ടത് എന്ന് ആലോചിക്കേണ്ട തീരുമാനം എടുക്കേണ്ട നമ്മളാണ്. അല്ലാഹു തആല 2 ലോകത്തും സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പ്രിയമുള്ളവരെ, 6ാമത്തെ ഒരു കാര്യമായി ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യരും അവന്റെ കുടുംബവും അവന്റെ സ്വത്തും, അത് ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സ്വത്തും, ഇതെല്ലാം ഉന്നതനായ പ്രതാപവാനായ അസീസും റഹീമും ഗഫൂറും വദൂദും ജബ്ബാറും ഖഹാറുമായ അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും നമ്മളതല്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം റബ്ബുൽ ഇസ്സത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നൽകിയതും തിരിച്ചെടുത്തതും അള്ളാഹുവിനുള്ളതാകുന്നു. അവിടെ നലിച്ചക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നതൊക്കെ തന്നത് ആരാ? ശരിക്കും ഉമ്മാനെ നഷ്ടപ്പെട്ടു, ആരമ്മാനെ തന്നത്? അള്ളാഹ്. ഭാര്യയെ നഷ്ടപ്പെട്ടു, ആരാ തന്നത്? അള്ളാഹ്. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു സഹോദരന്റെ ഒരു കരച്ചിലുണ്ട്, റബ്ബേ മനസ്സ് പഠിച്ചു. നമ്മൾ അള്ളാഹിനോടൊപ്പം കാവല് ചോദിക്കേണ്ടത് അങ്ങനത്തെ ഒരു പരീക്ഷണം നൽകല്ലേ എന്നാണ്. അദ്ദേഹം തെരയാണ്, എന്റെ കുട്ടിന്റെ കണ്ണിന്റെ മുന്നിന്ന് ഒലിച്ചു പോയത് എന്നാണ്. ആലോചിച്ചോക്കി, കണ്ണിന്റെ മുന്നിന്നേ സ്വന്തം മകനെ ഒലിച്ചു പോയ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ ആലോചിച്ചോക്കി. എന്നാൽ ഇസ്ലാമികമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചല്ല, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നതാരാ? അള്ളയാണ്. അതുകൊണ്ടാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഇപ്പോഴും വരാത്തത്. എന്താ? ഉമ്മു സുലൈം മകൻ മരിച്ചപ്പോ നേരെ പൊതിഞ്ഞ് ഒരു ഭാഗത്തേക്ക് കയറ്റിവെച്ചു. ഭർത്താവ് കയറി വന്നു. ഭർത്താവിന്റെ മുന്നിൽ നല്ല കുളിച്ച് സുന്ദരിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചു നിന്നു. കാരണം ഭർത്താവിന് സ്ത്രീകൾ സ്വീകരിക്കണം അങ്ങനെ. ആ പഴയ ചീഞ്ഞ മാക്സി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കല്ല. പെണ്ണുങ്ങൾക്ക് ഒരുപാട് പാടുണ്ട് ഇന്ന് പഠിക്കാൻ, ചില ഭർത്താക്കന്മാർക്കും. എന്നിട്ട് ഉമ്മു സുലൈം എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു അത്ഭുതമാണ്. അവരെ മോനാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. ഉമ്മു സുലൈം ഭക്ഷണം കൊടുത്ത് മുസ്ലിം അണിഞ്ഞൊരുങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് ഭാര്യയിൽ ആകൃഷ്ടയായി. അവർ തമ്മിൽ ബുദ് നടന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ശേഷം ഉമ്മു സുലൈം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം പറയുന്നതിന് മുമ്പ് നിങ്ങളെ ചോദ്യം പറഞ്ഞതിന്റെ ഉത്തരങ്ങൾ മനസ്സിലുണ്ടാവും. എന്താ? ഒരാളൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു,
അത് സമയായാൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടത് അതേ കൊടുക്കണം. എങ്കിൽ അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച നമ്മുടെ സന്താനത്തെ അല്ലാഹു തആല തിരിച്ചെടുത്തിരിക്കുന്നതാണ്. അദ്ദേഹം സ്വഹാബിയാണ്, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നബിന്റെ അടുത്തേക്ക് കംപ്ലൈന്റ് ആയിട്ട് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അതിലേറെ നല്ല കുട്ടി ഉണ്ടായാൽ അല്ലാഹു തആല അവർക്ക് കുറെ സന്താനത്തെ കൊടുത്തുന്നാണ് ആ പ്രാർത്ഥനയുടെ ബർക്കത്തിന്. ഇവിടെ നാലിച്ചേക്ക് അവിടെ ഉമ്മു സുലൈം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ് തന്നതാര അദ്ദേഹം തന്നെ, അയാളെന്നെ തിരിച്ചെടുത്തു എന്നാണ്. അവിടെ നാലിച്ചേക്ക് എന്താ എന്റെ അടുത്തുള്ളത്? ഒരു മാസം 10,000 രൂപന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ 10,000 രൂപ എനിക്ക് തന്നത് ആരാ പറയുള്ളത്? അള്ളയാണ്. എന്റെ വീട് എനിക്ക് തന്നത്, ഒരുക്കി തന്നത് റബ്ബാണ്. അവനാണത് തിരിച്ചെടുത്തത്. അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ടല്ലേ സ്വന്തം കുഞ്ഞിനെ മരിച്ചു കിടന്നിടത്ത് ആ കുഞ്ഞിനെ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ ഒരാള് സഹാബി ആ കുട്ടിനെ എടുത്ത് അതിന്റെ റൂഹ് കൊണ്ടുപോയിട്ട് മലക്കളോടുള്ള ചോദിക്കണ്ട്, എന്താണ് എന്റെ അടിമ പറഞ്ഞത്? അൽഹംദുലില്ലാഹ് എന്നാ പറഞ്ഞു. കുട്ടി മരിച്ചപ്പോൾ ബാപ്പ പറയാണ് അൽഹംദുലില്ലാഹ്. എന്നിട്ടാ പറയണത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് അങ്ങനത്തെ മരണമൊന്നും വന്നിട്ടില്ല, പക്ഷേ നഷ്ടപ്പെട്ടതിലൊക്കെ നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റണം. അതാണ് റിളൽ മുസീബ എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹറാനി പറഞ്ഞത്. അത് വാജിബ എന്നാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്. ഈ റിള, വിപത്തിലുള്ള റിള വാജിബാണ്, നിർബന്ധമാണ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങള്, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നാം പരിശോധിക്കുന്നതാണ്. ഒരു പരീക്ഷണം നൽകാനാണ്. അപ്പൊ ഹൈറുകൊണ്ടും പരീക്ഷിക്കുമല്ല, ഷർറുകൊണ്ടും പരീക്ഷിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. എത്രത്തോളം വെച്ചാല് അൽ മുസീബത്തു ലിസ്സാബിരി വാഹിദത്തുൻ വലിൽ ജാസിഅ ഇത്നതാൻ എന്നാണ്. ക്ഷമിക്കുന്നവന് വിപത്ത് ഒന്നാണ്, പ്രതിഫലമുണ്ട്. എന്നാൽ ക്ഷമകേട് കാണിക്കുന്നവനോ രണ്ടാണെന്ന്. ഒന്ന്, ക്ഷമകേട് കാണിച്ചുകൊണ്ട് ആ ദുഃഖം നിലനിൽക്കും. രണ്ടാമത്തതോ അള്ളാന്റെ അടുത്ത് ഓന് കുറ്റം ഉണ്ടാക്കുന്ന ഗൗരവതരമാണല്ലേക്ക്. പ്രസിദ്ധനായൊരു കവി ലബീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മ ഒരാളുകൾക്ക്, ജാഹിലിയത്തിലെ ലബീദ്, അത് ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വമൽ മാലു വൽ അഹ്ലൂന ഇല്ലാ വദാഇ വലാ ബുദ്ദ യൗമൻ അൻ തുറദ്ദൽ വദാഇ. സമ്പത്തും കുടുംബവും ഒക്കെ തന്നെ യാത്ര പറയുന്നതാണ്. ഒരു ദിനം അതെല്ലാം തന്നെ യാത്ര പറയുന്നത് തന്നെയാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ, അതാണ് എല്ലാം വിട്ടേച്ചു പോകുന്നത്. അല്ലാഹു തആല അവിടൊക്കെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, അവസാനിപ്പിക്കുന്നിടത്ത് ഒരു വാക്കുകൂടി. വിഷമം ബാധിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മെച്ചം തരങ്ങളും അത് പറയാതെ നിർത്തിയാൽ പൂർണ്ണാവില്ലെന്ന് തോന്നുന്നുണ്ട്. പറയാം, നമുക്ക് ബാധിച്ച എന്ത് വിഷമോ ആ വിഷമം നമ്മൾ ബാധിച്ചാൽ കിട്ടണ മെച്ചം തരങ്ങള്. നമ്മൾ വിഷമൊന്നും ഇല്ലാതെ പോണേ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെ. എന്താ വിഷമം ഉണ്ടായാൽ ഒരു വിശ്വാസിക്കുള്ള ഗുണം എന്താ? ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തുൻ ലം യബ്ലുഗ്ഹാ ബിഅമലി ഇബ്തലാഹു അല്ലാഹു ഫീ ജസദി ഔ ഫീ മാലി ഔ ഫീ വലദി ثم صبره على ذلك ثم اتفقا حتى يبلغه المنزلة التي سبقت له من الله تعالى. ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസ് അല്ലാമത്തുൽ അൽബാനി സഹീഹാണെന്ന് ഹുക്കം പറഞ്ഞതാണ്. അള്ളാന്റെ അടുത്ത് ഓരോ അടിമക്കും ഓരോ സ്ഥാനം നിർണയിച്ചിട്ടുണ്ടെന്ന്. എല്ലാ അടിമകൾക്കും അള്ളാന്റെ അടുത്ത് ഒരു ദറജുണ്ട്. അതവന്റെ പ്രവർത്തനം മുഖേന എത്തിപ്പിടിക്കാൻ സാധിക്കൂലെന്ന്. അള്ളാഹു തീരുമാനിച്ച സ്ഥാനത്തേക്ക് അവനെ ഉയർത്തുന്നവർ, അള്ളാഹ് നിശ്ചയിച്ച ദറജയിലേക്ക് എന്നെ നിങ്ങളെ ഉയർത്തുന്നത് വരേക്കും അള്ളാഹു തആല അവനെ ശരീരത്തിലും സമ്പത്തിലും സന്താനങ്ങളിലൊക്കെ പരീക്ഷണം നടത്തി അതിൽ ക്ഷമ അവലംബിക്കുവാനായി അങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രിയമുള്ളവരെ, എന്റെയും ജീവിതത്തിൽ ബാധിക്കണ എല്ലാ ദുഃഖവും പ്രയാസവും വിഷമൊക്കെ അല്ലേ എന്റെയും ദറജ അള്ളാന്റെ അടുത്ത് ഉയർത്താനുള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയണം, ഒരു പരീക്ഷണങ്ങളിൽ നമ്മൾ പതറാൻ പാടില്ല. ഒരു പരീക്ഷണത്തിലും അതൊക്കെ നല്ല നെഞ്ചി വിരിച്ച് മനസ്സംതൃപ്തിയോടുകൂടി അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയും ധാരാളം കാര്യങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുത്ബയുടെ പരിമിതമായ സമയത്ത് ഇത്രത്തോളം തന്നെ ധാരാളം. അല്ലാഹു തആല എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മെ ബാധിക്കുന്നതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കാൻ, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവിടെ മരണപ്പെട്ടുപോയ വയനാട്ടിലെ സഹോദരങ്ങൾ, അതിൽ മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പ്രതിസന്ധികൾ, അത്തരം പ്രതിസന്ധികൾ അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിഴച്ച ശിഈ റാഫിളി കക്ഷികളുടെ ചതികളിൽ നിന്ന് അല്ലാഹു തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നാടിനെയും നാട്ടുകാരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.